ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഞാനൊരു തേങ്ങ കൊണ്ടൊരു ഉണ്ട ഉണ്ടാക്കാൻ പോയേ. അതിന് ഒരു 3/4 കിലോ ശർക്കര പൊടി ശർക്കരയുണ്ട്, പിന്നെ 2 തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യമേ അടുപ്പ് കത്തിക്കാം. നമുക്ക് ഇതിനകത്തോട്ട് ഈ ശർക്കര ഇട്ട് കൊടുക്കേ. ഇത് പൊടി ശർക്കര, ഇതൊന്നും ഇല്ലാത്ത ശർക്കര കേട്ടോ, മണ്ണും ഇതൊന്നും ഇല്ലാത്ത നല്ല ശർക്കരയാണ്, പൊടി ശർക്കരയല്ലേ. പിന്നെ ഇതിനകത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കേ. കുറച്ച് വെള്ളം മതി. ഞാൻ സാധാരണ കുറേശ്ശെ ഉണ്ടാക്കുന്ന, അങ്ങനെ അളവൊന്നും നമുക്ക് അളക്കാതൊക്കെയാണ് ഞാൻ ഉണ്ടാകുന്നത്. കുറേശ്ശെ എടുത്ത് ഇച്ചിരി തോനെ ഉണ്ടാക്കുന്നതേ ഉള്ളൂ. ഇതെല്ലാം നല്ലോണം മിക്സായിട്ട് ഒന്ന് ചൂടാവട്ടെ. നമ്മളെ ശർക്കര വെള്ളം ശർക്കര നല്ല തിളച്ച്. ഇത് മുരുവൊന്നും വേണ്ട, ഒരു നൂൽപ്പരുവോ 2 നൂൽപ്പരുവോ ഒന്നും വേണ്ട. ഇതിപ്പം ഇതിനകത്ത് നമുക്ക് ഈ തേങ്ങയില്ലേ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതെല്ലാവർക്കും ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കും. അത് വല്ലപ്പോഴും ഇങ്ങനെ ഇടയ്ക്ക് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ നമ്മുടെ ഒരു മുറി തേങ്ങയായിരിക്കും, ചിലപ്പം ഒരു തേങ്ങയായിരിക്കും. നമ്മുടെ കയ്യിലുള്ള തേങ്ങ കുറേശ്ശെ ഇട്ടുണ്ടാക്കി അപ്പോഴപ്പോഴുള്ള ആവശ്യത്തിന് എടുക്കത്തേ ഉള്ളൂ. ഇത് ഈ കിടന്നങ്ങ് നല്ല ശർക്കരയും തേങ്ങയും കൂടെ നല്ല ഇതാവട്ടെ. നല്ല രസമായി ഈ ഉണ്ട കഴിക്കാനായിട്ട്, നല്ല ടേസ്റ്റാണ്. പിന്നെ മധുരം വേണമെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം, മധുരം കുറവ് വേണമെങ്കിൽ കുറയ്ക്കാം. ഒന്ന് തിളയ്ക്കട്ടെ. നമ്മുടെ ശർക്കരയും തേങ്ങയും കൂടെ നല്ല തിളച്ച് ഒരു 2 മിനിറ്റ് കിടപ്പുണ്ടായിരുന്നേ. ഇനി ഇതിനകത്ത് ഒരു 5-6 ഏലക്ക പൊടിയിട്ട് കൊടുക്കേ. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ നന്ദിയുണ്ട്. ഇനി ഇതിൽ കുറച്ച് നെയ്യെന്ന് പറഞ്ഞാൽ ഒരു മതി, ഒരു 2 ടേബിൾ സ്പൂണേ ഉള്ളായിരുന്നു. ഇതെല്ലാം കൂടെ നല്ല മിക്സ് ആവട്ടെ. ഇനി ഇതിനകത്തോട്ട് കുറച്ച് അരിപ്പൊടിയേ, ഇത് അപ്പത്തിൻ്റെ അരിപ്പൊടിയേ. ഇത് കുറേശ്ശെ ഇളക്കി കൊടുക്കേ.
ഇപ്പം ഈ തവിക്ക് 3 തവിയായേ. പിന്നെ 1/2 കിലോ അരിപ്പൊടി എടുത്ത് വെച്ചതാണ്. കുറച്ചുകൂടി ഇരിപ്പുണ്ട്, കുറച്ചല്ല ഏറെ ഇരിപ്പുണ്ട്, കുറച്ചുകൂടി ഒരു 1/4 കിലോയ്ക്ക് എടുത്ത് ഇപ്പോൾ ഇട്ടിട്ടുള്ളൂ. ഇത് ഈസി ആയിട്ടുള്ളൊരു പണിയാണ്. അധികം കുറേ ഇളക്കി ഒന്നും ഇരിക്കണ്ട. നമുക്ക് 1 സ്പൂണ് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് പിടിക്കാം, അല്ലെങ്കിലേ ഞാൻ അരിപ്പൊടി ഇട്ടതിൻ്റെ ബാക്കി കാണിച്ചു തരാം. ഇത് മതി, ഇത്ര അരിപ്പൊടി മതി. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റായത് കഴിക്കാൻ. അധികം നെയ്യൊന്നും ഇടുന്നില്ലല്ലോ, ഇത്തിരി പണിയുമില്ല, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരം ഇത്. ഇനി നമുക്ക് ഇതിനകത്ത് 1 നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കാം. എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ഈ കൂട്ട് റെഡിയായി വന്നിട്ടുണ്ടേ. ഞാൻ തീ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ടേ. ഇപ്പോഴാണ് കുറച്ചത്, ആദ്യം തൊട്ടേ നല്ല തീയിലായിരുന്നു, പക്ഷെ ഇപ്പോൾ ഒന്ന് കുറച്ച്. ഇതൊന്ന് ഉരുട്ടിയെടുക്കണ്ടേ നമുക്ക്, അന്നേരം അതിന് വേണ്ടിയിട്ടൊരു നമ്മുടെ കൂട്ട് റെഡിയായേ. ഇനി ഇതൊന്ന് തണുക്കണം. നല്ല ഈ ചൂട് കൊണ്ട് കൈയിടാൻ പറ്റത്തില്ല, ഒന്ന് അണച്ചിടേ. ഇത് മതി, ഞാൻ ഒന്ന് ഗ്യാസ് ഓഫാക്കേ. നമ്മൾ ഇത്ര 1/2 കിലോ പൊടി എടുത്തെന്ന് പറഞ്ഞില്ലേ, ബാക്കി ഇത്രയുണ്ട്. ബാക്കി ഇത്രയായി, 1/2 കിലോ എടുത്തിട്ട് ബാക്കി ഇത്രയും അധികം ഇരിപ്പുണ്ടേ. ഇനി ഇതൊന്ന് തണുക്കട്ടെ.
ഈ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇതൊന്ന് തണുക്കട്ടെ. നമ്മളെ ഇതിൻ്റെ തണുപ്പൊക്കെ മാറി, അല്ല ചൂടൊക്കെ മാറി വരുന്നേ. കുഴപ്പമില്ല, പിടിക്കാൻ പറ്റും. നമുക്കിഷ്ടമുള്ള വലിപ്പത്തിൽ. ഇതൊരു നെല്ലിക്ക വലിപ്പത്തിലാണ് ഞാൻ എടുക്കുന്നത്. കണ്ടില്ലേ? ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഉരുട്ടിയെടുക്കണേ. ഇതെല്ലാം ഞാൻ ഒന്ന് ഉരുട്ടിയെടുക്കട്ടെ. കണ്ടില്ലേ? അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ഉണ്ട് റെഡിയായി കഴിഞ്ഞ. ഇതൊന്നും വെക്കില്ല. കണ്ടില്ലേ? നല്ല വെയിറ്റ് ഉണ്ട്. ഇത്രയും ഉണ്ട് അതിനകത്തുനിന്ന് ഉണ്ടാക്കി. 2 തേങ്ങ. പിന്നെ ഇതിപ്പോൾ എണ്ണാനൊന്നും എനിക്ക് എണ്ണാനും ഭയങ്കര പാടാ, കുറേ ഉണ്ടല്ലോ. കണ്ടില്ലേ? അപ്പോൾ എത്ര എന്തേലും ഒരു 10, 25, 50 ഉണ്ട് വരും. അപ്പൊ 1, 2 എങ്ങനെ എണ്ണി വരുമ്പോൾ തന്നെ തെറ്റിപ്പോവും. അതുകൊണ്ട് ഒക്കെ എല്ലാവരും അന്നേരം ഇതുപോലെ എല്ലാവരും ഉണ്ട്. നല്ല ടേസ്റ്റുള്ള സാധനം ഇത്. നല്ല എളുപ്പമാണ്. കാര്യം നമുക്കിപ്പോൾ ഇത്രയൊന്നും ഉണ്ടാക്കണ്ടെങ്കിലും ഒരു മുറി തേങ്ങയാണെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. കുറച്ച് ശർക്കര, നമ്മുടെ കൈക്കുള്ളത് ശർക്കര. ഇപ്പം വലിയ ശർക്കരയാണെങ്കിലും ചിരുകി ഇട്ടിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അത് അരിച്ചെടുത്തിട്ട് വെച്ചാൽ. കാര്യം ശർക്കരയിലൊക്കെ നമുക്ക് അറിവുള്ള ശർക്കരയാണെങ്കിൽ കുഴപ്പമില്ല. കാര്യം കല്ലും മണ്ണും ഒന്നും ഇല്ലെന്നുണ്ടെന്ന് അറിവുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അതിനകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ചുരുക്കിയിട്ട് ഒരു ലൂസാക്കിയിട്ട് ഈ തേങ്ങ ഇട്ടാൽ മതിയേ. പിന്നെ അല്ലെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഇത് ചെയ്യണം, അരിച്ചെടുത്തിട്ട് അത് ഇട്ടിട്ട് തേങ്ങയിട്ട് ഒന്ന് തിളയ്ക്കുമ്പം ഇതുപോലെ സെയിം. നെയ്യ് ഒഴിക്കണമെന്നില്ല, നെയ്യ് ശക്കല ഒഴിച്ചാൽ നല്ലതാണ് ടേസ്റ്റേ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇപ്പം 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയേ. നല്ല കിടുക്കാച്ചി സാധനമാണ്. ഉണ്ടാ ഇതുപോലെ വെള്ളത്തിൻ്റെ പുറത്ത് കയറി ഒട്ടിപ്പിടിച്ച്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.